ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയുടെ അവിടെ നിന്ന് ചക്ക കുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണിക്കാം. ഞാൻ വൃത്തിയാക്കുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കാമേ. അപ്പോൾ അതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം എന്ന് വെച്ചാൽ അതിന് പുറത്തുനിന്ന് നമ്മൾ വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഗൈസ് എന്തോ പുളിങ്ങ പൊടിയൊക്കെ ഉണ്ടാവും, പുറത്തൊന്നുമല്ലേ കഴുകിയ, അതുകൊണ്ട് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ക്ലീനിങ് ചിക്കൻ ബിഗ്ലി എന്ന് പറയണത് ആദ്യം ക്ലീൻ ചെയ്യണം. ഫുള്ള് കഴുകി വെച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കഴുകി സത്യം പറഞ്ഞാൽ ചക്ക ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. വെച്ച് കഴിച്ചിട്ട് അമ്മ വയ്ക്കുമ്പോൾ എടുത്ത് കഴിക്കുന്ന അല്ലാണ്ട് ചക്ക ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയിട്ട് കുഴഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇന്ന് അവിടുന്ന് റീനേഷിനോട് ഞാൻ ചോദിച്ച് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഓക്കെ ആക്കി സെറ്റാക്കിയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. എന്താവും എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കുരു മുതുമൻ ഇട്ടിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യശാലി ചക്കക്കൊതിയൻ ആരാന്ന് നോക്കട്ടെ. ഇവിടുത്തെ ആർക്കത് കിട്ടുക നോക്കട്ടെ. കുരുവിൻ്റെ തൊലി അങ്ങനെ നല്ല പോലെ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് വിറ്റാമിൻ ആണെന്ന് പറയുന്നത് കേട്ടോ. ഹെൽത്തി അല്ലേ നമ്മുടെ, ഉണ്ടോ ഹെൽത്തി അല്ലേ, ഹെൽത്തി. ഈ റോഡ് സൈഡായാലുള്ള പ്രശ്നമില്ല. ആംബുലൻസ് കേൾക്കുമ്പോൾ നെഞ്ചുന്നൊരാളല്ല ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ വേണ്ടി നമ്മുടെ ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയാന്ന് വെച്ചാൽ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ മഞ്ഞൾ, പിന്നെ കുരുമുളക്, ഇത്തിരി മുളക് പൊടി കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ടാവും.
മതിയല്ലേ? പിന്നെ ചക്കക്കറിയായിപ്പോ. അയ്യോ കടവളെ കാപ്പാട്ടിക്കോ. ഇത്രയും പൊടികളാണ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അത് നമുക്ക് നോക്കിയിട്ട് അറിയാമല്ലോ, പാകത്തിന് ഉപ്പും ചേർക്കുക. വേണം കുഴഞ്ഞ കേസ്. ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം കേട്ടോ. മതിയും തോന്നും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേർത്തിട്ട് ആകെ കുഴഞ്ഞ് മറിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം ഇച്ചിരി വെള്ളം നനച്ചുള്ളൂ കേട്ടോ. നനച്ചതല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 വിസിലിൽ വേവിക്കാനാണ് പറഞ്ഞത്. 2 വിസിലിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം. തേങ്ങയും വെളുത്തുള്ളിയും വേണം കേട്ടോ. സോറി, ഇതിനോട് ഒറ്റയടിക്ക് കൊടുക്കണ്ടോ? നമ്മളോട് കളി കയ്യിൽ ഉപ്പാടലി കണ്ടായിരുന്നു. ഉപ്പ് രസം ഗൈസ്. ഇത്തിരി ഉണ്ടായുള്ളൂ, വറ്റി ഇത്തിരി ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു ഉപ്പ് രസം ഉണ്ടായത്. ചക്കയുടെ കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചോറ് നേരത്തെ വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്തേക്കേ വെക്കുകയായിരുന്നു. ചോറ് നേരത്തെ റെഡിയാക്കി. ഇനി ഇട്ട് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതെടുക്കാം ചെറുതായിട്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കും കേട്ടോ. അമ്മ നല്ല അടിപൊളിയായിട്ട് ചക്ക ഉണ്ടാക്കും. ചക്ക എന്നല്ല, അമ്മ ഫുഡ് വേറെ ലെവലാണ്. ഒന്നും ഉണ്ടാവില്ല, ലേശം ഓരോ ഉണക്കൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാലും അല്ലെങ്കിൽ ഒരു പരിപ്പ് ചാറ് വെറുതെ ഒന്ന് ചാറാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? പോലെ മതിയല്ലേ? ഇതിന് തേങ്ങ കറിയായി, സോറി ചക്കക്കറി മേത്ത അറിയണ വൃത്തിയില്ല ജന്തു. ഇതുണ്ടാകണ്ട എൻ്റെ ഫ്രിഡ്ജ് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇത് അരി അരച്ചതിൻ്റെ തക്കാളി, ഇഞ്ചി, ഇതിലെന്നതാ, ഇതിൽ ഇച്ചിരി പയറൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളി. ഞാൻ എന്തെടുക്കാൻ വന്നേ? വെളുത്തുള്ളി. സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. എൻ്റെ മോൻ അനാവശ്യമായിട്ട് ഞാനങ്ങനെ പിന്നെ പാക്കറ്റിലൊന്നും വെക്കൂല കേട്ടോ. ഫ്രിഡ്ജ് എപ്പോഴും മിക്കപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇനിയിപ്പം സാധനം വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്യണ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുക്കാതെ. കുറേ നാളായി വിചാരിക്കുന്നു. എപ്പോഴും ക്ലീൻ ആയിരിക്കും, എപ്പോഴും പുതിയതുപോലെ തന്നെയായിരിക്കും. ബോക്സിലാക്കി വെക്കുന്നതല്ലാണ്ട് കവറിൽ ഞാൻ അപൂർവം വെക്കാറില്ല. അതവിടെ കവറിൽ കണ്ടത് ഞാൻ പിന്നെ മാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അതാ മറ്റേ ഇതില്ല പുളിയൻ മാങ്ങ പഴുത്ത് നല്ല ഉമ്പിക്കുടി എന്നൊക്കെ പറയും നമ്മൾ, അങ്ങനെയൊക്കെ പറയാറ് അത്. അപ്പോൾ ഞാനത് അവർ കഴിച്ചിട്ട് ഒരു 3-4 മാങ്ങ പെരക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. ഞാൻ വിചാരിച്ചു കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ശരിയായില്ല, വിസിൽ തന്നെ കാണില്ല. എത്ര വിസിലാണെന്തോ പറഞ്ഞ് വെള്ളമാക്കി ഞാൻ കേട്ടത് 2 വിസിലല്ലേ ഉണ്ടായിട്ട്. അമ്മേ തേങ്ങ നമ്മളൊന്നും ഒതുക്കാറില്ലേ, നമുക്ക് ഇങ്ങനെ ഒതുക്കാം. എങ്ങനെയുണ്ട്? ഐഡിയ ഓഫാക്കാം കേട്ടോ. ഉണ്ടോ തേങ്ങ ഒന്ന് ചെറുങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുക്കാറില്ലേ, ആ ടൈപ്പ്. അത് അവിടെ വെച്ചാൽ മതി. എന്നാ വയറുണ്ടോ വല്യമ്മ നാരങ്ങ ഉണ്ടോ വെച്ചിട്ടുണ്ടോ? അതിനായിട്ട് പോകേണ്ട വെച്ചില്ല, വൈകുന്നേരം വരുമ്പോൾ കാണിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ, ചക്ക വൃത്തിയാക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരൊന്നും പറയില്ല, മടിയുണ്ട്. അത് പറഞ്ഞായിരുന്നു, അയ്യോ ഇങ്ങനെ എടുക്കല്ലേ അങ്ങനെ എടുക്കല്ലേ ഈ കൊല്ലത്തിൽ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതാ പിന്നെ ഞാൻ മടിച്ച്. അപ്പോൾ നമ്മളത് വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ അവർ കാണുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട്. എന്നാ പരിപാടി ഒളിഞ്ഞെന്ന പരിപാടി അതുകൊണ്ട് തീച്ചൂട്ടന് വയറുവേദനയാണ് ഗൈസ്. വയറുവേദന എടുക്കുന്നു. അപ്പോൾ ലൈം ടീ ആക്കുക, അതൊക്കെ വന്ന് തന്നെ ആയിക്കോളും, ഞാൻ ആയിക്കൊടുക്കണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതെന്നെ വേണാത്ത ചക്കിയോ? ചക്ക വേവണില്ല ഗൈസ്. പൊള്ളിപ്പോയി. ഇതിപ്പോൾ ചക്ക അയ്യോ വേണ്ടോ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ഇതാക്കി എടുക്കണ്ട കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം ഉണ്ടായതൊക്കെ ഒന്ന് വറ്റി വരും. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എണ്ണ താളിച്ചിട്ട്, എണ്ണയും കടുകും ഇതൊക്കെ താളിച്ചിട്ട് അതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാനാണ്. പക്ഷെ ഞാൻ ഇതൊന്ന് തേങ്ങ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് കടുവും ഇതൊക്കെ താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാവും നല്ലതെന്ന് തോന്നും. കുറേ പാത്രത്തിൽ ഇങ്ങനെ ആക്കണ്ടല്ലോ.
അമ്മയാക്കുമ്പോൾ മുളക് പൊടി പറങ്കിപ്പൊടി ഇടാറില്ല എന്ന് തോന്നുന്നു. അന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇങ്ങനെ കളറുണ്ടാവും. കുരുമുളകും മഞ്ഞപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. അതാണ് എൻ്റെ ഒരു ഓർമ്മയിലിരിക്കണേ. നമുക്കിതൊന്ന് കടുക് ഇതൊക്കെ കൂടുതലും തണിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ, കടു, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനമാണ് കേട്ടോ. ഞാൻ പേടിച്ചു പോയി, ഞാൻ അധികമായിപ്പോയി. ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക്, പിന്നെ എന്തുട്ടാ കറിവേപ്പില ഗൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചക്കയും കപ്പയൊക്കെ ഉണ്ടല്ലോ, അതിനെ താത്തി തന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അയ്യോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിത് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ ഇത് വെന്തില്ലേ, ഫ്ലോപ്പായി പോയോ എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ചക്ക ഞാനങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് വെച്ചിട്ട് ഞാനത് വല്ലാണ്ട് അങ്ങോട്ട് ഫ്ലോപ്പായി പോയി. വെള്ളം അധികമായി പോയിട്ട് ഇത് വെള്ളം കുറഞ്ഞു പോയോ. 3 വിസിലിട്ടിട്ടാണ് ഓഫാക്കിയേ. എന്നിട്ട് വേവും ചെയ്തില്ലയോ. അപ്പോൾ ഇത് ഫ്ലോപ്പായി പോയതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ കാണുകയും ചെയ്തുകൊണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ പാകത്തിനായി. കണ്ട ചക്ക ഞാൻ വെക്കാറില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ചക്ക ആരെങ്കിലും വെച്ച് എന്നിട്ട് കഴിക്കുന്നത് ഇഷ്ടം. ഞാൻ അപ്പുറം പോയ സമയത്ത് ചേച്ചിയോട് ഞാൻ ചേച്ചി വെച്ചിട്ട് എനിക്ക് തന്നാൽ മതി എന്ന്. അപ്പോൾ അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അവരുടെ അടുപ്പം നിന്നാണ് ചക്ക കൊത്തിയിട്ട് നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനത് കൊത്തുന്നുണ്ടായിരുന്നു. എന്നോട് ഒന്ന് ചക്ക വേണമെങ്കിൽ ഞാൻ പറഞ്ഞു റീനേച്ച് വെച്ചിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ ചക്ക വെക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി റെഡിയാക്കി എടുക്കാം, ഇങ്ങ് വാങ്ങുക. എന്നിട്ട് അങ്ങനെ പോയതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്താവും എന്നറിയണ്ടേ. എപ്പോഴും ഇപ്പോൾ എല്ലാവരും വെച്ചോണ്ടാവില്ല, നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ നല്ല മത്തിക്കറിയോ ചിക്കൻ കറിയോ ഇതൊന്നും വേണമെന്നില്ല. നല്ല മുളക് ഉപ്പും മുളകും ഞാൻ വെച്ചിട്ട് ചെയ്യാറില്ല. ചമ്മന്തി ആക്കി ഉപ്പ് അല്ല മുളക് ചമ്മന്തി ആക്കിയില്ലേ, അങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചക്ക റെഡി ഗൈസ്. പഴഞ്ചക്ക ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളെ ഉലുവ ഇട്ടില്ലേ വറുത്തിടുന്ന സമയത്ത്, ആ ഉലുവ ഇട്ടതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അത് കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
സൂപ്പറായിട്ടുണ്ട്. ദേവോ ഉലുവയല്ല ഗൈസ്, ഉഴുന്നാണ്, മാറിപ്പോയി, സോറി. അഭിപ്രായമാണ്. സൗണ്ട് ഇല്ലാണ്ട് കഴിക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? പൊളിയാ. ഇനി നമുക്ക് ക്യാമറാമാന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ചൂടുണ്ടാ? കുറച്ച് കാണുന്നില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നമ്മുടെ ചക്ക റെസിപ്പി എങ്ങനെയുണ്ട്? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ 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 ബൈ ടാറ്റാ ബൈ. ഇവരെ വീഡിയോയിൽ കൂട്ടാൻ ഇച്ചിരി പാടാട്ടാ, പറയുന്നിടത്ത് നോക്കൂല, കുത്തൊക്കെ ഉണ്ട് ഈ സാധനത്തിന്, അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം ആഡ് ആക്കാത്തത്. ആർട്ടിഫിഷ്യലാണ്, ആർട്ടിഫിഷ്യൽ, ഒറിജിനാലിറ്റി കിട്ടൂല എന്നുവെച്ചാൽ ഇങ്ങനെ ബൊമ്മ മാതിരി നിൽക്കും. വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് സെറ്റാക്കാം നമുക്ക്. അപ്പോൾ ബൈ ബൈ. കമൻറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.